പ്രിയപ്പെട്ട പാലക്കാട്ടുകാരെ, ഞാൻ ഷൈനി മധുസൂദനൻ. ഞാൻ ലണ്ടനിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പാലക്കാട് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തവണ കൗൺസിലറായിട്ട് വിജയിച്ച ഒരു വ്യക്തിയാണ് എന്നതിനേക്കാൾ ഉപരി ഒരു പാലക്കാട്ടുകാരനാണ് അദ്ദേഹം. അതിനേക്കാൾ ഉപരി നിങ്ങളിൽ ഒരാളായി വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന പാലക്കാടിന്റെ ചൂടും ചൂരും അറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ മറ്റാരേക്കാളും പുറമെ നിന്ന് വന്നിട്ടുള്ള ഏത് വ്യക്തികളെക്കാൾ കൂടുതലായിട്ട് പാലക്കാടിനെ അടുത്തറിയുന്ന, പാലക്കാടുള്ള ജനങ്ങളെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അവിടെ നിൽക്കുന്ന ബാക്കി 2 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൃഷ്ണകുമാർ അദ്ദേഹം അവിടുത്തെ നാട്ടുകാരനാണ്, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ്. പിന്നെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ മാർക്സിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയുമാണ്. ആ 2 വ്യക്തികളുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അദ്ദേഹം നമ്മള് കുറച്ചു കാലം മുമ്പേ തൊട്ട് അദ്ദേഹത്തിന് അറിയുന്നത് അവിടെ കുറെ ഒരു നീലപ്പെട്ടിയുമായിട്ട് വിവാദം, ആ പോലീസ് കേസ് വിവാദങ്ങളും, ആ നീലപ്പെട്ടിക്കുള്ളിൽ മുഴുവൻ പൈസയായിരുന്നു, അതിന്റെ എന്തോ തിരിമറികളും കാര്യങ്ങളും ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സംതിങ് എന്തോ റോങ് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിൽ അധികാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പോലീസോ അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ ഒരു സാധാരണക്കാരി എന്നതിൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ആ ഒരു പെട്ടി എന്തിനെവിടെ വന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ആ പെട്ടിയുടെ ഉദ്ദേശം, ആ നീലപ്പെട്ടിയിൽ എന്തായിരുന്നു എന്നുള്ളതിന്റെ ഉദ്ദേശം. അത് രാഹുൽ മാങ്കൂട്ടം വഴി അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് കള്ള ID ഉണ്ടാക്കി, വ്യാജ ID ഉണ്ടാക്കി മത്സരത്തിന് കോപ്പുകൂട്ടിയ ഒരാളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ ഭരിച്ചു മുടിച്ച് അവസാനം ഒരു പ്രത്യേക വിഭാഗക്കാരുടെ കയ്യിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ, അതായത് ഒരു വർഗീയ വിഷവിത്തുകളെ വർഗീയ വിഷവിത്തുകൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ കുറച്ചു കാലം മുമ്പ് കേട്ടിട്ടുണ്ടാവും. അതായത് അരിയും മലരും വാങ്ങി വെച്ചോളൂ, വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലന്മാർ എന്നാണ് നമ്മൾ കേട്ടത്. ആ മുദ്രാവാക്യം എവിടുന്ന് വന്നതാണെന്നും ആ മുദ്രാവാക്യം ആര് വിളിച്ചതാണെന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. അതായത് അരിയും മലരും കരുതി വെച്ചോളൂ, കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ, വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലന്മാർ എന്ന് 10 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച ഒരു വർഗീയ പാർട്ടിയുണ്ട്. ആ വർഗീയ പാർട്ടിയുടെ മറ പറ്റി നിൽക്കുന്ന ഒരു ടീമാണ് ഈ കോൺഗ്രസ്. ആ വർഗീയ പാർട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന, എല്ലാവിധ സപ്പോർട്ടുകളും ഒരുക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ ഭരിച്ചു മുടിച്ച് അവസാനം ഈ പറയുന്ന വർഗീയ ശക്തികളുടെ കയ്യിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം തീറെഴുതി കൊടുത്ത ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. എന്തിനാണ് എല്ലാ മനുഷ്യരും, അതായത് മതേതരമായിട്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ഒരു വിഭാഗക്കാരുടെ കയ്യിൽ മാത്രം അധികാരങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ ആലോചിക്കാതിരുന്നാൽ നമ്മൾ പൂർണ്ണ വിഡ്ഢികളായിട്ട് മാറും. അപ്പോ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ, അല്ലെങ്കിൽ കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ, നിങ്ങളുടെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്, മര്യാദയ്ക്ക് ജീവിച്ചോളൂ എന്ന് നമ്മളെ താക്കീത് ചെയ്ത ആ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ്. അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തില് ഇന്ന് വന്ന് അതിദയനീയമാണ്. അതായത് കോൺഗ്രസ്സുകാർക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, കോൺഗ്രസ്സുകാർക്ക് സ്വന്തമായിട്ട് നട്ടല്ലോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആർക്കും പണയം വെക്കാത്ത നട്ടല്ലൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇന്ന് സ്വന്തമായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്, കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ അടുക്കളയിലോ മുസ്ലിം ലീഗിന്റെ
പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് ഓച്ചാനിച്ച് നിന്നാലേ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. അതായത് പാണക്കാട് തങ്ങളുടെ വീടിനകത്തെ അകത്തളങ്ങളിൽ, അവരുടെ തറവാടിന്റെ അകത്തളങ്ങളിലാണ് ഇന്ന് കോൺഗ്രസിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ നിശ്ചയിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയത തീരെ ഇല്ലാത്ത, അതായത് പേരിൽ വർഗീയതയെ തീരെ ഇല്ലാത്ത പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട തറവാടുകളിലെ അകത്തളങ്ങളിൽ പോയി ഓച്ചാനിച്ച് നിന്നാലേ ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ന് ഒരുപാട് മാറിപ്പോയി. ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ നമുക്ക് അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. കാരണം പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഡോക്ടർ സരീനാണ്. ഡോക്ടർ സരീൻ എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞ് സ്വന്തം ലാഭങ്ങൾ തേടി മാത്രം പാർട്ടിയിലേക്ക് ഓടി വന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ്. അപ്പോ ഈ ഡോക്ടർ സരീൻ എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം, നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തിത്വം അതിന്റെ അത്യന്താപേക്ഷിത ഘടകമാണ്. ആ ഘടകം കൃത്യമായിട്ടും തിരഞ്ഞെടുക്കാനുള്ള ബോധം, ബുദ്ധി സർവേശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ സ്ഥാനാർത്ഥിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, അയാളുടെ സംസ്കാരം, അയാളുടെ ഈ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിയെങ്കിലും തെറ്റുപറ്റാതെ, ഇനിയെങ്കിലും അബദ്ധങ്ങൾ ആവർത്തിക്കാതെ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിവുള്ള, ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന നല്ലൊരു കഴിവുള്ള വ്യക്തിയെ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ സേവകനായിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പൊ അങ്ങനെ ഒരു സേവകനായിട്ട് തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ് കൃഷ്ണകുമാർ അദ്ദേഹം. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോ വോട്ടും ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ വോട്ടിന്റെ അതിന്റെ പാർട്ടിയേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ആ വ്യക്തി എന്താണെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നും സംസ്കാരം എന്താണെന്നും നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇവിടുത്തെ ഓരോ പാർട്ടികളും ഓരോ ദിവസവും ഒന്നിനൊപ്പം വാദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന പ്രവർത്തികൾ, ഇപ്പോ ആരോ പറഞ്ഞ പോലെ ഈ കൈയുള്ളവൻ കാണിക്കുമ്പോൾ കണ്ണുള്ളവൻ കാണും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ബുദ്ധിയും ബോധവും വെച്ചിട്ട് ഓരോ വ്യക്തികളും കാണിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അധികാരക്കൊതികൾ മൂത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും സ്വന്തം കസേരയുറപ്പിക്കാനും സ്വന്തം ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് സ്വന്തം ആദർശം വിട്ട് നടക്കുന്ന നേതാക്കളെ നിങ്ങൾ തിരിച്ചറിയാതെ പോവരുത്. അങ്ങനെയുള്ള നേതാക്കളെ അല്ല നമുക്ക് ഇന്ന് ആവശ്യം. നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന, നാടിന്റെ വികസനം കാണുന്ന നേതാവായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന നേതാക്കളിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം, ഒരുപാട് തവണകളായിട്ട് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇത്തവണ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത് പ്ലീസ്. എന്റെ നിങ്ങളോടുള്ളൊരു അപേക്ഷയാണ്. നമ്മളെ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റി പോകരുത്. നമുക്ക് നമ്മുടെ നാടാണ് ആവശ്യം. നമ്മുടെ നാടുണ്ടാവണം ആദ്യം. അതായത് രാഷ്ട്രമാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. രാഷ്ട്രം ആദ്യം ഉണ്ടാവണം, നാടാദ്യം ഉണ്ടാവണം, രാജ്യമാവണം ആദ്യം, രാഷ്ട്രീയം രണ്ടാമതാണ്. രാഷ്ട്രീയം കൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. പക്ഷെ നമ്മുടെ നാടില്ലാണ്ടായാൽ നമ്മൾ ഇല്ലാതാവും. അത് നമ്മൾ മറക്കാതിരിക്കുക. ഇത്രയും കാലം നമ്മളെ ഭരിച്ചു മുടിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവസാനം വന്ന് നിൽക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വർഗീയ ശക്തികൾക്ക് തീറെഴുതി കൊടുത്ത് പല മനുഷ്യരുടെയും കിടപ്പാടം പോലും ഇല്ലാതാക്കി അവരെ പെരുവഴിയിൽ ഇറക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ്. അത് ഒന്നും രണ്ടും കുടുംബങ്ങളെയല്ല, ഒരുപാട് കുടുംബങ്ങളെ. അത് നാളെ ഇപ്പോ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒന്ന് നിശബ്ദരായി എന്നുള്ളത് വിട്ടാൽ അത് നിങ്ങൾ കണക്കാക്കണ്ട. നാളെ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. അത് പാലക്കാടോ തൃശ്ശൂരോ എറണാകുളത്തോ മറ്റുള്ള എല്ലാ ജില്ലകളിലേക്കും വന്നേക്കാം. ഇപ്പൊ ഞാൻ ഇന്നൊരു ന്യൂസ് വായിച്ചതാണ്, ബോംബെയില് വലിയൊരു വിഘ്നേശ്വരന്റെ ക്ഷേത്രം അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് വഖഫ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളവർക്കൊന്നും അതിൽ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളോ ഇല്ല. നമ്മൾ നികുതി അടച്ചാലും ആ ഭൂമി നമ്മുടേതാണെങ്കിലും നമ്മുടെ പേരുണ്ടെങ്കിലും ഒന്നും ഒരു കാര്യമില്ല. വഖഫ് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫിന്റേതായി മാറുന്ന ആ നിയമം, ഈ വഖഫ് ഒരു തവണ കൈ ചൂണ്ടി അത് എന്റെയാണെന്ന് പറഞ്ഞാൽ അത് വഖഫിന്റേതായി മാറുന്ന നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇവിടുത്തെ കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് നമ്മുടെ മഹാഭാരതം അല്ലെങ്കിൽ മഹാരാജ്യം ഭരിച്ചിരുന്ന ഭാരതം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് അത് ഉണ്ടാക്കി വെച്ചതെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ നിയമം
ഈ കരി നിയമം, ഈ ഒരു വർഗീയ ശക്തികൾക്ക് ഇന്ത്യയെ തീറെഴുതി കൊടുത്ത ഈ കരി നിയമം നാളെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോ ഈ നിയമം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നാൽ നമ്മുടെ കിടപ്പാടം പോലും ഇല്ലാണ്ടാവും. അത്രയ്ക്കും നല്ല, ഇത്രയ്ക്കും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ ഒരു തരത്തിലും വില വെക്കാതെ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു 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 ഉറുമ്പിന്റെ പോലും വില കൽപ്പിക്കാതെ എല്ലാവർക്കും വഴിയാധാരമായി നാളെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു നിയമം ഉണ്ടാക്കി വെച്ച, ഒരു കരി നിയമം ഉണ്ടാക്കി വെച്ച കോൺഗ്രസിനെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്. അത് തിരിച്ചറിയാതെ പോയാൽ അത് നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാവും, ഏറ്റവും വലിയ നഷ്ടമാകും. അതുകൊണ്ട് എന്റെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ഞാൻ പാലക്കാടിന്റെ തൊട്ടടുത്തുള്ള ജില്ലയായ തൃശ്ശൂർക്കാരിയാണ് ഞാന്. അപ്പൊ ഒരു തൃശ്ശൂർക്കാരി എന്നതിൽ എനിക്ക് പാലക്കാട് ഒരുപാട് പേരെ അറിയാം. എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പാലക്കാട്. അപ്പൊ പാലക്കാട് എന്ന് പറയുന്ന നയനമനോഹരമായ നാട്, എല്ലാ തരത്തിലും നിഷ്കളങ്കരായ കുറെ മനുഷ്യരും നയനമനോഹരമായ ഒരു നാടുമാണ് പാലക്കാട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ പാലക്കാടുള്ള നിഷ്കളങ്കരായ മനുഷ്യരെ, നിങ്ങളോട് എനിക്കുണ്ട എന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ ഒരിക്കലും ഒരു വിഡ്ഢിത്തം ഇനിയും ആവർത്തിക്കാതിരിക്കുക. ഇതുപോലെ വർഗീയ ശക്തികൾക്ക് തീറെഴുതി കൊടുത്ത ഒരു പാർട്ടിക്ക് പോയിട്ട് വോട്ട് ചെയ്യാതെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സേവകനായിട്ട്, നമ്മളെ സേവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, നമ്മുടേതായിട്ട് നിൽക്കുന്ന മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അത് ഞാനൊരു സാധാരണ ചിന്താഗതിക്കാരി, ഒരു രാഷ്ട്രീയത്തിനേക്കാളൊക്കെ ഉപരി ഒരു സാധാരണ ഒരു നാട് വികസിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാവണം, നാട്ടിലെ ജനങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് അത് ആ നാടിന്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ ഉള്ള കിടപ്പാടം എടുത്ത് നാളെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോ ഈ ഒരു കരിനിയമം ഉണ്ടാക്കി വെച്ച കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമായി പോകും അത്. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ കഴിഞ്ഞയാഴ്ച വരെ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ടും വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്ന നമ്മുടെ പഴയൊരു മെമ്പറുണ്ട്, നമ്മുടെ സന്ദീപ് വാര്യര്. അതും ഈ പറയുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞ് അവനവന്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള, അത് എത്ര കോടിക്കാണ് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടന്നതെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ അദ്ദേഹവും ഇപ്പൊ പാണക്കാട് തങ്ങളുടെ അകത്തളങ്ങളിൽ പോയി അവർ പറയേണ്ടുന്ന സർവമാന കാര്യങ്ങളും അനുസരിച്ച് അവർ കൊടുത്ത കോടികളും കൈപ്പറ്റി അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീർപ്പിച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ട കസേരകളൊക്കെ നേടി ആ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നിന്നാണ് നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ആദർശം അവന്റെ രാഷ്ട്രീയ ആദർശമല്ല, അവന്റെ ആമാശയ ആദർശമാണ് ഏറ്റവും വലുതെന്ന് തെളിയിച്ച ആളാണ് സന്ദീപ് വാര്യർ. അപ്പോ അദ്ദേഹത്തിന്റെ ആമാശയ ആദർശവുമായിട്ട് മുന്നോട്ട് പോട്ടെ, അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അദ്ദേഹത്തിന് നേടിയെടുക്കാനും, സീറ്റ് നേടിയെടുക്കാനും, കസേര നേടിയെടുക്കാനും, കോടികൾ കൈപ്പറ്റാനും, അദ്ദേഹത്തിന്റെ ബിസിനസ് വിപുലീകരിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് കോൺഗ്രസ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ആൾക്കാർ ഓടിച്ചാടി പോകുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ കണ്ട ആളെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് സന്ദീപ് വാര്യർ കാണിച്ചത്. അവനവന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള മക്കൾ ഉണ്ടായാൽ ആ മക്കളുടെ സംസ്കാരം നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ അതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സന്ദീപ് വാര്യരെ പോലുള്ള ഈ പറയുന്ന നിന്ന നിലവിൽ മലക്കം മറിഞ്ഞ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട്, കസാര കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് നടക്കുന്ന മനുഷ്യര്, നിങ്ങൾ എല്ലാവരും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ആള് നമ്മുടെ ഈ പറയുന്ന കൂട്ടത്തിലുള്ള ജോർജ് കുര്യൻ സാറ്. ഇതുപോലുള്ള ഒരുപാട് ഒരു തരത്തിലുള്ള സ്വാർത്ഥതയ്ക്കും അടിമപ്പെടാതെ സേവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളെ സേവിക്കുന്ന ഒരുപാട് സേവകരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മള് സേവനം മാത്രം കൈമുതലാക്കിയിട്ടുള്ള സംസ്കാരമാക്കിയിട്ടുള്ള മനുഷ്യരെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അങ്ങനെയുള്ള മനുഷ്യരുടെ കൈകളിൽ ഭദ്രമാണെന്ന് കരുതിയിട്ട് നമ്മൾ അതേപോലുള്ള വ്യക്തികളെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് മാത്രല്ല, ഇതുപോലുള്ള വിഘടനവാദികളായിട്ടുള്ള ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിയുന്ന, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് അവനവന്റെ അച്ഛനെ വരെ മാറ്റി പറയാൻ തയ്യാറായ ഈ സന്ദീപ് വാര്യരെ പോലെ, ഡോക്ടർ സരിനെ പോലുള്ള വ്യക്തികളെ, അതുപോലെ സ്വന്തം നാടല്ല എന്നറിഞ്ഞിട്ടും അവനവന്റെ
വ്യാജ ID ഉണ്ടാക്കി, അതായത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വ്യാജ ID വരെ ഉണ്ടാക്കി നിർമ്മിച്ച് ഒരു കള്ളത്തരം കാണിച്ച് ആ കള്ളത്തരത്തിൽ കൂടെ അവിടെ പ്രവർത്തിക്കാൻ വന്ന അല്ലെങ്കിൽ എന്താ പറയാ മത്സരിക്കാൻ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടിയിലേക്ക് പിന്നെ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരു മെമ്പർ കടന്നു വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പഴയ നേതാവ്, അദ്ദേഹം കയറി ഇറങ്ങി അവര് ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്ന ഒരു അമ്മയെ വരെ, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന പഴയ ഒരു മുഖ്യമന്ത്രിയാണ് കരുണാകരൻ സാർ. ആ കരുണാകരൻ സാറിന്റെ ഭാര്യ വിളമ്പി കൊടുത്ത ഭക്ഷണം വരെ കഴിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചു പോന്ന ആ നേതാക്കളും ഈ രാഹുൽ മാങ്കൂട്ടം വരെ, ആ പറയുന്ന അവരെ വരെ, മരിച്ചുപോയ അവരെ വരെ വെറുതെ വിടാതെ അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നുകൂടി നിങ്ങൾ പാലക്കാട്ടുകാർ മറക്കരുത്. കാരണം സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാത്ത, പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പത്മജ വേണുഗോപാലിനെ തന്തയ്ക്ക് വിളിച്ചതും തെറി വിളിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അയാളൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവാണ്, അയാൾക്ക് ഭാവിയുണ്ട്, എല്ലാ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ വകതിരിവ് വട്ടപൂജ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. വകതിരിവ് മാത്രമല്ല, അയാളുടെ ആ ഒരു എന്താ പറയാ ഒരു മറ്റുള്ളവനെ ബഹുമാനിക്കാനുള്ളവന്റെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അന്ന് എല്ലാവരും. അപ്പോ ഈ വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ എപ്പോഴും വളരെ എന്താ പറയാ നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട്. ആ തെറ്റ് ഇപ്രാവശ്യം നിങ്ങൾക്ക് പറ്റരുത്. പാലക്കാട്ടുകാരോട് ഞാൻ പറയാണ്, ഒരുപാട് എന്താ പറയാ വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പില് ഏറ്റവും എന്താ പറയാ നല്ല നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിവുള്ള നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള വിഘടന ശക്തികൾക്കും വർഗീയ ശക്തികൾക്കും തീറെഴുതി കൊടുക്കാതെ നിങ്ങളുടെ നാട്ടില് എല്ലാവരും ഒരേപോലെ മതേതരത്വമായിട്ട് വാഴുന്ന ആ നാടിനെ സംരക്ഷിക്കാനും ആ നാട്ടിലെ ജനങ്ങൾ സമാധാനമായിട്ടിരിക്കാനും നിങ്ങളുടെ പിന്നെ പാലക്കാട്ടുകാരുടെ ഓരോ വിലയേറിയ വോട്ടും, അമ്മമാരോടും പെങ്ങന്മാരോടും സഹോദരിമാരോടും എല്ലാവരോടും നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും പാലക്കാട്ടുകാരെ എല്ലാവരും കൃഷ്ണകുമാർ അദ്ദേഹത്തിന് ചെയ്യണമെന്ന പിന്നെ എന്റെ വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം, നന്ദി, നമസ്കാരം.